بسم الله الرحمن الرحيم الخابثات للخابثين والخابثون للخابثات والطيبات للطيبين والطيبون للطيبات. ബഹുമാന്യ സഹോദരീ സഹോദരന്മാരെ, കരുണാനിധിയായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഉണർത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിനെതിരെ നിൽക്കുകയും പ്രവാചകനെ വധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഉമർ വിശുദ്ധ ഖുർആനിന്റെ വചനത്തിൽ ആകൃഷ്ടനായി ഇസ്ലാം മതം ആശ്ലേഷിക്കുകയും അതിനു മുമ്പ് ഒരു ഗുണ്ടയായി, ഒരു തെമ്മാടിയായി ജീവിച്ചിരുന്ന ഉമർ അതിനുശേഷം ഏറ്റവും നല്ല മനുഷ്യനും ഏറ്റവും നല്ല ഭരണാധികാരിയുമായി ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവം. ഉമർ റളിയല്ലാഹു അൻഹു രാത്രികാലങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത്, ഖലീഫയായിരുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ പരിസരങ്ങളിൽ, വീടുകളിൽ, നാടുകളിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുമായിരുന്നു. എന്തൊക്കെയാണ് നാട്ടിലെ അവസ്ഥ, വീടുകളിലെ അവസ്ഥ എന്നറിയാൻ. അങ്ങനെ ഒരു ദിവസം നമ്മളൊക്കെ കേട്ട സംഭവമാണ്. ഒരു ദിവസം ഒരു വീട്ടിൽ നിന്നൊരു സംസാരം കേൾക്കുകയാണ്, രാത്രിയാണ്. ഉമ്മ പറയുകയാണ്, മോളെ പാലിൽ വെള്ളം ചേർക്കണം, പാലിൽ വെള്ളം ചേർക്കണമെങ്കിൽ പാല് കൂടുതലായി ഉണ്ട് എന്ന് ധരിപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കാശ് വാങ്ങാം. അപ്പൊ മകള് പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമാണ്, അങ്ങാനും ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ, അത് പിടിക്കപ്പെട്ടാൽ വലിയ ശിക്ഷക്ക് നമ്മൾ വിധേയരാവേണ്ടി വരും. ഉമ്മ പറയുകയാണ്, ഉമർ ഇപ്പൊ എവിടെ? ആ ഉമറിന് നമ്മൾ ഇപ്പോൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ ആ മകൾ പറയുകയാണ് ഉമ്മയോട്, ഉമറിന് ഭയപ്പെടേണ്ടതില്ലായിരിക്കാം, പക്ഷേ നമ്മളൊക്കെ നിരീക്ഷിക്കുന്ന, കാണുന്ന അല്ലാഹു ഇതൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പടച്ചവന്റെ പിടുത്തത്തിൽ നിന്ന്, പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ മാർഗമൊന്നും ഉണ്ടാവില്ല ഉമ്മ എന്ന് പറഞ്ഞു. സംഭവം ഇത് ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു സന്തോഷം, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്റെ ഭരണത്തിന് കീഴിൽ ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ പോലും ഉമ്മയുടെ പ്രേരണ ഉണ്ടായിട്ട് പോലും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട്, എന്നെയല്ല, അധികാരിയായ ഖലീഫയായ എന്നെയല്ല, അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ, ആളുകളുണ്ടല്ലോ എന്ന സമാധാനമായിരുന്നു, സംതൃപ്തിയായിരുന്നു, സന്തോഷമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്. ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തെന്നറിയോ? പിറ്റേന്ന് രാവിലെ തന്നെ ഒരു ആളെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് തന്റെ മകൻ ആസിമിന് ആ പെൺകുട്ടിയെ വിവാഹം അന്വേഷിക്കുകയാണ്. മകനെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന ആരും കേട്ടാൽ പതറിപ്പോകുന്ന ആ വലിയ യോദ്ധാവ്, അദ്ദേഹത്തിന് ആരെ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ മകന് ഇണയായി ലഭിക്കും. സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഉത്തുംഗതയിലുള്ള ആളുകളെ വേണമെങ്കിൽ ലഭിക്കുമായിരുന്നിട്ട് പോലും ദരിദ്രയായ, വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു ഉമ്മയുടെ മകളെ ഉമർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തത് വിവാഹം എന്നുള്ളതിന്റെ പവിത്രത നമ്മെ ബോധ്യപ്പെടുത്തുന്ന വലിയൊരു വസ്തുതയാണ്. സാധാരണ നിലയിൽ നമ്മളൊക്കെയും ജീവിതത്തിന്റെ തുടക്കത്തിൽ പഠനങ്ങളുമായി തുടർന്നു പോകുമ്പോൾ ഇന്നാലിന്ന വിഷയം പഠിക്കണം, ഇന്ന രീതിയിലായിത്തീരണം, ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നിർവഹിച്ച് സമാധാനപൂർവ്വം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹം വെച്ചാകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നതും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതും ജോലി നിർവഹിക്കുന്നതും ഒക്കെ തന്നെ. എന്നാൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതി അത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും, നല്ല പഠനമുണ്ട്, നല്ല ജോലി കിട്ടി, നല്ല ശമ്പളമുണ്ട്, എന്നിരുന്നാൽ പോലും അവരുടെ തുടർ ജീവിതം പലപ്പോഴും താളപ്പിഴകളാൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാം. അതിന് ഒരു കാരണം
നല്ല ഇണയെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ജോലിയെക്കുറിച്ച് ഗൗരവതരമായി ആലോചിക്കുന്നുണ്ട്, പഠനത്തിന്റെ ഏതൊക്കെ കോഴ്സുകളാണെന്നതിനെ കുറിച്ച് ഗൗരവതരമായി ആലോചിക്കുന്നുണ്ട്. ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ, മറ്റെന്തെങ്കിലും സംരംഭം തുടങ്ങണമെങ്കിൽ ഒക്കെ തന്നെയും അതിനെക്കുറിച്ച് ഗൗരവതരമായ ആലോചന നമ്മൾ നിർവഹിക്കാറുണ്ട്. എന്നാൽ ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ പലപ്പോഴും പലർക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. സൗന്ദര്യത്തിന്റെ, പണത്തിന്റെ, അല്ലെങ്കിൽ മതിഭ്രമത്തിന്റെ, താൽക്കാലികമായ ഒരു പ്രണയാഭിനിവേശത്തിന്റെ ഒക്കെ ആ കാര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് വിവാഹിതരാകുന്ന പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും പിന്നീട് അങ്ങോട്ട് അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളുമായി അവരുടെ സന്തോഷകരമെന്ന് അവർ പ്രതീക്ഷ കണക്ക് കൂട്ടിയ ജീവിതം തന്നെ ആകെ ദുരിതപൂർണമായി തീരുന്ന അവസ്ഥകൾ. മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ പലരും പോകുന്നതിന് പിന്നിൽ വീട്ടിലെ സ്വസ്ഥതയില്ലായ്മയാണ്, കുടുംബത്തിലെ സമാധാനമില്ലായ്മയാണ്, ഇണയുമായുള്ള പൊരുത്തക്കേടുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചൊരു ഹദീസ് ഞാൻ ആവർത്തിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ ഇണയെ തിരഞ്ഞെടുക്കുന്നത്. 4 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരാൾ ഇണയെ തിരഞ്ഞെടുക്കുന്നത്. ഒന്ന്, ലിമാലിഹ, അവരുടെ സമ്പത്ത്, വലിഹസബിഹ, അവരുടെ തറവാടിത്തം, വലിജമാലിഹ, അവരുടെ മുഞ്ച് സൗന്ദര്യം, വലിദീനിഹ, അവരുടെ മതബോധം, തഖ്വ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ നീ കല്യാണം കഴിക്കണേ, ദീനുള്ള ആണിനെ വരനായി സ്വീകരിക്കണേ. ദീനിനായിരിക്കണം സൗന്ദര്യത്തെക്കാൾ, പണത്തെക്കാൾ, തറവാടിത്തത്തെക്കാൾ നീ പ്രാധാന്യം നൽകേണ്ടത്. അങ്ങനെയാകുമ്പോൾ ജീവിതത്തിന്റെ പ്രയാണത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ, കയറ്റിറക്കങ്ങളൊക്കെ, സാമ്പത്തികമായ ഇല്ലായ്മയും ഉള്ള അവസ്ഥയും ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെയും അള്ളാഹുവിനെ മറന്നുപോകുന്ന ഒരവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോകാതെ ഈ ഇണ നിന്നെ സംരക്ഷിക്കും. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരേ ഒരു മകൾ 3 പേരുണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി പ്രവാചകൻ ജീവിച്ചിരിക്കെ. എന്നാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രം ബാക്കിയായി. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ ഒരുപാട് സഹാബികൾ അന്വേഷണമായി പ്രവാചകന്റെ അടുക്കൽ വന്നിരുന്നു. പ്രവാചകൻ പരിഗണിച്ചില്ല. പ്രവാചകൻ പരിഗണിച്ച ആരെന്നറിയോ? അബീ താലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചത്. ചെറുപ്പം മുതൽ തന്നെ പ്രവാചകനോടൊത്തായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ വളർച്ചയും. പ്രവാചകന്റെ ഇസ്ലാം സന്ദേശം ആദ്യമായി സ്വീകരിച്ച ആദ്യത്തെ കുട്ടികളിൽ ഒരാളാണ്, അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിയാണ് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ അലിയുടെ ചെറുപ്പം മുതൽ തന്നെ പ്രവാചകനോടൊത്ത് ജീവിച്ച് അലിയുടെ സവിശേഷമായ സ്വഭാവം തിരിച്ചറിഞ്ഞ പ്രവാചകൻ തന്റെ മകൾ ഫാത്തിമക്ക് വരനായി തെരഞ്ഞെടുത്തത് ആ അലിയെ ആയിരുന്നു. അലിക്കൊന്നുമില്ലായിരുന്നു. പ്രവാചകൻ ചോദിച്ചു, നിനക്ക് മഹർ കൊടുക്കാൻ എന്താണുള്ളത് അലി? അലി റളിയല്ലാഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ചോദിക്കാണ്, സവ്വജ ഫാത്തിമ മിൻ അലിയിൻ, അലിക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വക്കാന സദാഖുഹ ദിർആ, ഒരു യുദ്ധത്തിന്റെ ഒരു കവചം, യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കവചം മാത്രമാണ്, ഒരു ലോഹത്തിന്റെ കവചം മാത്രമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ വശമുണ്ടായിരുന്നത്. അത് കൊടുക്കാൻ പ്രവാചകൻ കൽപ്പിക്കുകയും അങ്ങനെ അവർ വിവാഹം ചെയ്യുകയും ചെയ്തു. വളരെ ദാരിദ്ര്യത്തോടെയായിരുന്നു അവർ ജീവിച്ചത്. ദരിദ്രനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. പിന്നീടുള്ള ജീവിതവും ദാരിദ്ര്യത്തോടെയായിരുന്നു. ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ പറയുന്നുണ്ട്, എന്റെ ഉപ്പ എനിക്കൊരു വീട്ടിൽ സഹായിയായി ആരെങ്കിലും നിർത്തി തരുമോ? മാവ് കുഴച്ചാകെ ആവശ്യമായി പോകുന്നു. പ്രവാചകന് എളുപ്പം കഴിയുമായിരുന്നു അത്. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, എന്റെ മകളെ ഒന്ന് സഹായിക്കണം കേട്ടോ എന്ന്. പ്രവാചകൻ പറഞ്ഞില്ല.
പ്രവാചകൻ അന്ന് രാത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഇതിനേക്കാൾ നിനക്ക് മെച്ചമുള്ള ഗുണമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് പ്രവാചകൻ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന അല്ലാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഇത് നീ ചൊല്ലൂ ഫാത്തിമ, ഇതായിരിക്കും മറ്റതിനേക്കാളും നിനക്ക് അഭികാമ്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. സ്വന്തം മോളെ രാജ്ഞിയായി വളർത്താനും അത്തരത്തിലൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനും ഒക്കെ കഴിവുണ്ടായിട്ട് പോലും അതിനൊന്നും ശ്രദ്ധിക്കാതെ പടച്ചവന്റെ തൃപ്തി മാത്രം ലാക്കാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തു കൊടുത്തു. നാം മനസ്സിലാക്കേണ്ടുന്നത്, നാം തിരിച്ചറിയേണ്ടുന്നത്, നമ്മുടെ വിവാഹ ജീവിതം, നമ്മളൊക്കെ വിവാഹിതരാണ്. അധിക പേരും ഏതാണ്ട് എല്ലാവരും വിവാഹിതരാണ്. ഇവിടെ വിവാഹം കഴിക്കുന്ന കുറെ ചെറുപ്പക്കാർ മക്കൾ വരാൻ പോകുന്നുണ്ട്. പുതിയ കാലത്ത് വിവാഹം എന്നുള്ളത് വേറെ ചില രീതികളിലൂടെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപകടകരമായ ചില രീതികൾ അതിലുണ്ട് താനും. ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, 6ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച പെൺകുട്ടി, എന്റെ മദ്രസ പഠനകാലം എന്നെ ഭയപ്പെടുത്തുന്നു എന്ന്. എന്താ മദ്രസയിൽ പഠിപ്പിച്ചത്? ദീൻ പഠിപ്പിച്ചു, പടച്ചവനെ കുറിച്ച് പഠിപ്പിച്ചു, നമസ്കാരം നിർവഹിക്കാൻ പഠിപ്പിച്ചു. അതൊന്നും ഭയാനകമായ കാര്യമാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ നമസ്കരിക്കുകയില്ല എന്നൊക്കെ വിളിച്ചു പറയാൻ ഒരു നാണവുമില്ലാത്ത പെൺകുട്ടികൾ മുസ്ലിങ്ങളായിക്കൊണ്ട് വളർന്നു വരുന്ന കാലത്ത്, പെൺകുട്ടികളുടെ കാര്യം മാത്രമല്ല ആൺകുട്ടികളും അങ്ങനെയാണ്, വരുന്ന കാലത്ത് നമ്മുടെ മക്കളുടെ ജീവിതം അതെത്രമാത്രം മനോഹരമാക്കാൻ, പടച്ചവന്റെ സംതൃപ്തിയുള്ള ജീവിതമാക്കി തീർക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ഗൗരവതരമായ ആലോചന നാം നിർവഹിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ പറയുന്നു, അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. നല്ലതല്ലാത്ത സ്ത്രീകൾ നല്ലതല്ലാത്ത പുരുഷന്മാർക്ക് വേണ്ടിയാണ് എന്ന് വെച്ചാൽ, ഒരു നല്ല സ്ത്രീ ഒരിക്കലും നല്ലതല്ലാത്ത പുരുഷനോടൊപ്പം യോജിച്ചു പോകൂല. നല്ല സ്ത്രീക്ക് നല്ല വരനെ തന്നെ കിട്ടണം. എന്നതുപോലെ തന്നെ അതുപോലെ നല്ല സ്ത്രീകളും നല്ല പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ്, ചീത്ത പുരുഷന്മാർക്ക് വേണ്ടിയായി പോകരുത്. അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്തുൽ ബഖറയിൽ, വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന വലഅമത്തുൻ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അഅജബത്കും. ബഹുദൈവ വിശ്വാസിനികളെ അഥവാ അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാതെ ജീവിതം ആകെ താറുമാറാക്കുന്ന, ശിർക്കിൽ ജീവിച്ചു പോകുന്ന, അന്ധവിശ്വാസങ്ങളിൽ വല്ലാതെ ജീവിച്ചു പോകുന്ന അത്തരത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ മറ്റ് വിശ്വാസ ആചാരങ്ങളുമോ വെച്ചു പുലർത്തുന്ന സ്ത്രീകൾ, അവരെയൊക്കെ വിവാഹം കഴിക്കാനുള്ള അനുമതി ഇസ്ലാം നൽകാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് ഇവിടെ ഖുർആൻ പറയുകയാണ്. ബഹുദൈവ വിശ്വാസിനിയേക്കാൾ, അത്തരത്തിലുള്ള ബഹുദൈവ വിശ്വാസിനിയേക്കാൾ തീരെ പ്രയാസപ്പെടുന്ന, അടിമവൃത്തി ചെയ്യുന്ന, തീരെ ദരിദ്രയായ, തീരെ ബുദ്ധിമുട്ടുള്ള, സൗന്ദര്യം പോലും ഇല്ലാത്ത, സാമ്പത്തികമായി ഒരു കഴിവുമില്ലാത്ത ഒരു വിശ്വാസിയായ സ്ത്രീയാണെങ്കിൽ അതിനെയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. അതായിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഗുണകരമാവുക എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. സൂറത്തുൽ നിസായിൽ പറയാണ്, ഫസ്സാലിഹാതു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സത്യവതിയായ, സത്യസന്ധതയോടെ ജീവിക്കുന്ന തഖ്വയുള്ള സ്ത്രീകൾ ഭർത്താവിനെ അനുസരിക്കും. അള്ളാഹു സംരക്ഷിച്ചതുപോലെ ഭർത്താവിന്റെ അഭാവത്തിൽ അവളുടെ പാതിവൃത്യം അവൾ സംരക്ഷിക്കും. നല്ല സ്ത്രീകളെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ഇത് തന്നെയാണ്. ഭർത്താവിന്റെ അഭാവത്തിൽ അവളെ സംരക്ഷിക്കും. മറ്റൊരു ഹദീസിൽ പറയുകയാണ്, മികച്ച സ്ത്രീ ആരാണെന്ന് പ്രവാചകനോട് ചോദിച്ചു, നീ അവളെ കാണുമ്പോൾ അവൾ നിന്നെ സംതൃപ്തനാക്കും, സന്തോഷിപ്പിക്കും, നിനക്ക് മനസ്സമാധാനം ലഭിക്കുന്ന സ്വഭാവ രീതിയായിരിക്കും അവളിൽ ഉണ്ടാവുക.
വതുതിഉഹു ഇദാ അമറ, നീ അവളോട് പറയുന്നത് അവൾ സ്വീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യും. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ മാലിഹാ ബിമാ യക്റഹു, നീ ഇല്ലാത്തപ്പോൾ അള്ളാഹു സംരക്ഷിക്കാൻ പറഞ്ഞത് അവൾ സംരക്ഷിക്കുകയും ചെയ്യും. അവളുടെ പാതിവൃത്യം മാത്രമല്ല, നിന്റേതായ സ്വത്തുക്കൾ, നിന്റേതായ വീട്, ഒരുക്കിക്കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെയും, നിന്റെ മക്കൾ, അവയൊക്കെ തന്നെയും ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരാൻ ഈ നല്ലവളായ സ്ത്രീക്ക് കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. ദീനുള്ള ഇണ എന്നുള്ളതായിരിക്കണം ഒന്നാമത്തെ പരിഗണന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ ദരിദ്രനാണ്, പ്രയാസമുള്ള ആളാണ്, പക്ഷെ നല്ല ദീനുണ്ട്, നന്നായി ദീനുണ്ട്, ദീനീ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നു, നല്ല സ്വഭാവമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരുത്തൻ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുത്തൻ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ വരനാക്കി അവന് നല്ലൊരു ഇണയെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അല്ലെങ്കിൽ നാട്ടിലും മറ്റുമൊക്കെ പ്രയാസങ്ങൾ വർദ്ധിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യും എന്നും പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് നോക്കേണ്ട, ജീവിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. സംരക്ഷിക്കാൻ, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ, അവളെ പരിപാലിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. അതിനൊക്കെ ഉപരിയായി അള്ളാഹുവിലുള്ള വിശ്വാസം പരിപൂർണമായും ഉൾക്കൊണ്ടവനാണോ എന്ന് നോക്കുക. പ്രവാചകൻ പറയുകയാണ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ റജുലൻ, ഒരാളെ ഖാമ, അയാൾ നിൽക്കുകയാണ്, മിനല്ലൈലി ഫസ്വല്ല, അതായത് രാത്രി അയാൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ അയാളെ അള്ളാഹു അനുഗ്രഹം കൊണ്ട് ചൊരിയട്ടെ. അവസാനിപ്പിച്ചില്ല, അയാൾ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായി അയാളുടെ ഇണയെ, ഭാര്യയെയും ആ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഉറക്കിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവൾ ഉണരുന്നില്ല. അപ്പൊ മുഖത്ത് വെള്ളം കുടഞ്ഞുകൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഭാര്യയെയും, രാത്രി നമസ്കാരം ഖിയാമുൽ ലൈലിനെ കുറിച്ചാണ് ഇത് പറയുന്നത്, തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. നമ്മൾ ഭാര്യയുമായി അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. നമ്മൾ ടൂർ പോകുന്നു, പർച്ചേസിന് പോകുന്നു, കല്യാണത്തിന് പോകുന്നു, ഒന്നിച്ച് ഇരുന്ന് ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുന്നു. ഉറങ്ങുക എന്ന ആ സന്ദർഭത്തിൽ, ഉറക്കിന്റെ ആ മൂർധന്യതയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് മാത്രം എഴുന്നേൽക്കാൻ കഴിയുകയും ഭാര്യയെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവൻ എന്നിട്ട് ഒന്നിച്ച് രണ്ടുപേരും നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിയട്ടെ. പിന്നെ പറയാണ്, ഒരു സ്ത്രീ, അവളെയും അള്ളാഹു അനുഗ്രഹം കൊണ്ട് ചൊരിയട്ടെ. അവളാണ് ആദ്യം എഴുന്നേൽക്കുന്നത്, അവളാണ് ആദ്യം നമസ്കാരത്തിൽ എഴുന്നേൽക്കുന്നത്. എന്നിട്ട് ഭർത്താവിനെ വിളിക്കുകയാണ്. ഭർത്താവിനെ വിളിച്ചു ഉണരുന്നില്ല. എന്നിട്ട് ഭർത്താവിനെ ഉണരാത്തത് കൊണ്ട് വെള്ളം തളിച്ചുകൊണ്ട് ഭർത്താവിനെ വിളിച്ചുണർത്തി. എന്നിട്ട് രണ്ടുപേരും നിസ്കരിക്കുകയാണ്. അങ്ങനെയുള്ള പെണ്ണിനെയും അള്ളാഹു അനുഗ്രഹം കൊണ്ട് ചൊരിയട്ടെ. നോക്കണം പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ പകലിലും രാത്രിയിലും, രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് കറങ്ങുകയും ഭക്ഷണത്തിനായി പുതിയ ഹോട്ടൽ, പുതിയ സ്ഥാപനങ്ങളിൽ പുതിയ ഭക്ഷണം, എന്താ പറയുക, മനുഷ്യർക്ക് ആരോഗ്യപരമായിട്ടൊക്കെ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നിരിക്കട്ടെ. അത്തരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനൊക്കെ നമുക്ക് ഒരുപാട് സമയമുണ്ട്. കൂട്ടുകാരൊപ്പം കറങ്ങാനൊക്കെ ഒരുപാട് സമയമുണ്ട്. നമുക്ക് ഉറക്കിന്റെ മൂർധന്യതയിൽ, അല്ലെങ്കിൽ സ്വബഹിക്ക് മുമ്പായി 1 മണിക്കൂർ മുമ്പേ, അരമണിക്കൂർ മുമ്പേ, ഒരു 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് നിന്ന്
ഭാര്യയെയും വിളിച്ചുണർത്തി ഭാര്യ ഭർത്താവിനെയും വിളിച്ചുണർത്തി നമസ്കരിക്കാൻ കഴിയുമോ? ചോദ്യമാണത്. അള്ളാഹുവിൽ വിശ്വാസമുള്ളവൻ അത് ചെയ്യും, ഭക്തയായ ഇണ അത് ചെയ്യുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ഭക്തി പരിഗണിക്കണം, സൗന്ദര്യത്തെക്കാൾ സമ്പത്തിനേക്കാൾ. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഒരു പുരുഷൻ രാത്രിയിൽ ഉണർന്ന് തന്റെ ഭാര്യയെ ഉണർത്തി തുടർന്ന് അവർ രണ്ടുപേരും 2 റക്അത്ത് നമസ്കരിച്ചാൽ, അങ്ങനെയുള്ള നിസ്കാരത്തിൽ 2 റക്അത്ത് നമസ്കരിക്കുക, ഉറങ്ങി എഴുന്നേറ്റ് വുദു എടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിച്ചാൽ അവരുടെ 2 പേരെയും അള്ളാഹുവിനെ കൂടുതലായി ഓർക്കുന്നവർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നവർ എന്ന രീതിയിൽ ആ പെണ്ണിനെയും ആണിനെയും പ്രത്യേകം പരിഗണിക്കുന്നതാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ ഗൗരവതരമായ ഒരു വിഷയമാണിത്. ഇണ നല്ലത് ലഭിക്കാൻ പ്രാർത്ഥന കൂടി വിശുദ്ധ ഖുർആനിലൂടെ നാം മനസ്സിലാക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നമ്മുടെ ഇണകളെയും സന്തതികളെയും കണ്ണിന്റെ ശാന്തിയാക്കി, കണ്ണിന്റെ കുളിർമയാക്കി നീ തരയണമേ. ഞങ്ങളെ ഭക്തരായവർക്ക് മാതൃകയാക്കണമേ. പിൻതലമുറക്ക് എന്റെ ഭാര്യ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നവൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ചവൾ, അവൾ എനിക്ക് കുളിർമ നൽകണം. എന്റെ മക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ടവളാവണം. മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തുന്നവരാവണം. പിന്നീടുള്ള ജനങ്ങൾക്ക്, മറ്റ് ഭക്തരായ ആളുകൾക്ക് ഇവരൊക്കെയും ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളുമൊക്കെ മാതൃകയുമായിരിക്കണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഫുർഖാനിലൂടെ നമ്മോട് പറയുകയാണ്. അപ്പൊ ദീൻ ഉള്ള സ്ത്രീയെ കിട്ടുമ്പോൾ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷന് ക്ഷമയുണ്ടാകും, വിനയമുണ്ടാകും, സത്യസന്ധതയുണ്ടാകും, വിട്ടുവീഴ്ചയുണ്ടാവും. ദേഷ്യം വന്നാലും അത് പ്രകടിപ്പിക്കാതെ ഒതുക്കാനുള്ള ശ്രമം നടത്തും. കുറേ സ്വഭാവ വിശേഷണങ്ങൾ അവർക്കുണ്ടാവും. അവരെ പരിപൂർണമായും വിശ്വസിക്കാം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കൂടി ചേരുമ്പോൾ അത് ആണ് ദീനുള്ള ഇണ എന്ന് നാം തിരിച്ചറിയുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തുമ്പോഴും, ഇപ്പോഴൊക്കെ പുതിയ കാലത്ത് അവർ തന്നെ കണ്ടെത്തുകയാണ്, ഇരിക്കട്ടെ, അങ്ങനെ കണ്ടെത്തുമ്പോഴും ദീനുള്ള ഇണയായിരിക്കണമെന്ന ഒരു നിർദ്ദേശം അവർക്കോ അല്ലെങ്കിൽ നമ്മളോ ശ്രദ്ധിക്കണം എന്നുകൂടി നാം മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.